ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടൊരു സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞത് കഴിക്കാത്ത പഴമാണ്, പക്ഷെ നല്ലോണം പഴുത്ത കാരണം നമുക്ക് കഴിക്കാൻ തോന്നിയതില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് നെയ്യിലിട്ട് വാട്ടി കഴിച്ചലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ, ഏലക്കായ്, പഞ്ചസാര, നെയ്യൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യ് നല്ലോണം ഉരുകിയിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വേണ്ടത്. പഴം ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി പോത്തത് കാരണം പെട്ടെന്ന് അലിഞ്ഞു പോകുന്നിട്ട് അതിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പഴം പോത്തത് കാരണം. പിന്നെ അത് കഴിഞ്ഞൊരു മിനിറ്റ് കഴിഞ്ഞേക്കിന് നമുക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടു എന്നുള്ളൂ. ഓൾറെഡി ഭാഗത്തിൽ മധുരം ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരു 2 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. മിക്സാക്കി കൊണ്ടിരിക്കുകയാണ്. നല്ലോണം മിക്സായിട്ട് നമ്മൾ ഈ ചിരകി വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് തേങ്ങ ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതാണ്. വെറുതെ നെയ്യിൽ പഴം വാട്ടി കഴിക്കണ പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ തേങ്ങ ഇട്ടുങ്ങാണ്ട് ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കണം. പൊടിച്ച് വെച്ച ഏലക്കായിട്ട് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ അതിട്ടുങ്ങാണ്ട് ഒന്നുകൂടി മിക്സാക്കി പിന്നെ ഒരു 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേന് നമ്മളെ സാധനം റെഡി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ്